എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരാഴ്ച നിങ്ങളുടെ ജോലി കഴിഞ്ഞു, 2 ദിവസം അവധിയാണ്, അല്ലെങ്കിൽ 1 ദിവസം അവധിയാണ്. അടുത്ത ആഴ്ച വീണ്ടും ജോലിക്ക് പോകണം. ഇതിനിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന, ശരീരത്തിൽ വരുന്ന, നമ്മുടെ വീട്ടിൽ വരുന്ന പ്രശ്നങ്ങളെ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പരമാവധി നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മളെ നാളത്തെ തിങ്കളാഴ്ച ഓഫീസിലേക്ക് പോകുവാൻ തക്കവണ്ണം ഫ്രഷായി മാറ്റിയെടുക്കുവാനുള്ള 6 പ്രധാനപ്പെട്ട വഴികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് സൗകര്യം പോലെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഞാൻ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനം തന്നെ നമ്മുടെ വീട് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ്. വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് വഴി മനസ്സും വൃത്തിയായി സൂക്ഷിക്കപ്പെടും. മനസ്സെന്ന് പറയുന്നത് ഡീക്ലട്ടർ ചെയ്യപ്പെട്ടാൽ, മനസ്സ് തുറന്നാൽ നമ്മുടെ ചിന്തകൾക്ക് വളരെയധികം ക്ലാരിറ്റി ഉണ്ടാവും. വീട് ശുദ്ധമായിരുന്നാൽ, ശാന്തമായിരുന്നാൽ, ഡീക്ലട്ടർ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് തുറക്കുന്നു, മനസ്സും ശരീരവും ശാന്തമാകുന്നു. വീട് ഡീക്ലട്ടർ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. രണ്ടാമത് ഫിനാൻഷ്യൽ ചെക്കാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെ ചെലവ് ചെയ്തു, എങ്ങനെ ചെലവ് ചെയ്തു, എവിടെയൊക്കെ ചെലവ് ചെയ്തു, എൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഗോൾസിന് തക്കതായ, ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസിന് തക്കതായ ഫിനാൻഷ്യൽ ബാലൻസ് ഞാൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ, ഫിനാൻഷ്യലായിട്ടുള്ള അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം ഞാൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ അതെനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ആഴ്ച അവസാനത്തെ, അതായത് വീക്കെൻഡ്സിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ചെക്ക് നിങ്ങളെപ്പോഴും ചെയ്യുന്നത് മാനസികവും ശാരീരികവുമായ സമാധാനത്തിന് നിങ്ങളെ സഹായിക്കും. അതേപോലെ ഹെൽത്തിൻ്റെ ഒരു ബാലൻസും കൂടി കൊണ്ടുവരണം. അപ്പോൾ വീക്കെൻഡായി നമ്മളെല്ലാവരും സുഖമായിട്ട് ഉറങ്ങണം, എക്സസൈസ് ചെയ്യണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് 1-2 ആ ദിവസം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, വ്യായാമം കുറച്ചുകൂടി ഭംഗിയായി ചെയ്യണം. വീക്കെൻഡല്ലേ സുഖമായി ഉറങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മറ്റ് വിഷയങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതൊരുപാട് ഗുണം ചെയ്യും. അടുത്തത്, ഓഫീസ് അല്ലാത്ത നിങ്ങളുടെ കുറച്ച് ജോലികളുണ്ട്. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ആ ജോലികളിൽ ഒരല്പം ഒരു ദിവസം, അതായത് ഈ 2 ദിവസത്തിലോ 1 ദിവസത്തിലോ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വളരെ ഭംഗിയായി ആ വിഷയത്തിനെ ഫോക്കസ് ചെയ്ത് മാത്രം ചെലവഴിക്കുക. അതിൽ കൃത്യമായ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പാക്കുക. അതിൽ ചെയ്യേണ്ടതെല്ലാം നിങ്ങളാലാവുന്നതുപോലെ ചെയ്തു തീർക്കുക. ഇതും നിങ്ങളുടെ മനസ്സും ശരീരവും റിലാക്സ് ആവാൻ സഹായിക്കും. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്, വീക്കെൻഡ്സിലും ചെയ്യേണ്ടതാണ്. മനസ്സിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. അതിന് ജേർണൽ നമ്മളെ സഹായിക്കും, മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും, മൈൻഡ്ഫുൾനെസ് സഹായിക്കും. നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കി പോസിറ്റീവ് തോട്ട്സിനെ കൊണ്ടുവരുന്നതും നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ചെയ്യുവാൻ, റിലാക്സ് ചെയ്യുവാൻ സഹായിക്കും. അടുത്തത് സോഷ്യൽ ഡീടോക്സിഫിക്കേഷൻ ആണ്. സോഷ്യൽ മീഡിയയിൽ നിന്നും ആ 2 ദിവസമോ 1 ദിവസമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയമോ മാറി നിൽക്കുക എന്നുള്ളതും നിങ്ങളുടെ മനസ്സും ശരീരവും ക്ലിയർ ആവാൻ സഹായിക്കും. അതിൻ്റെ കൂടെ തന്നെ സോഷ്യലായി ആക്റ്റീവ് ആവാൻ, അതായത് മറ്റ് ആളുകളോട് കൂടെ ഇടപഴകുവാനും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകാനും, അവരുമായി സമയം ചിലവാക്കുവാനും എല്ലാം നിങ്ങൾ ശ്രമിക്കുന്നത് വഴി കൂടുതൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഉഷാറാവും, ഉന്മേഷമാവും. 7ാമത്തത്, അടുത്ത ദിവസവും അടുത്ത ആഴ്ചയും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിവുള്ള വിഷയങ്ങളിൽ പരമാവധി കൃത്യമായ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും കൃത്യമായ പ്ലാൻ ചെയ്യണം. ഞായറാഴ്ച, തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും, അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയോ ശനിയാഴ്ച വരെയോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചും നിങ്ങളാലാവുന്ന ഐഡിയ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നതും ആ ടൈമിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും എഴുതി വയ്ക്കുന്നതും വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ കഴിഞ്ഞ വീക്കിൽ നിങ്ങൾക്കുണ്ടായ മാനസിക സമ്മർദ്ദവും എല്ലാം കുറയുകയും അടുത്ത വീക്കിലേക്ക് നിങ്ങൾ കൂടുതൽ ജാഗരൂകനായി, പെർഫെക്റ്റായി, ഹോപ്പ്ഫുള്ളായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മനസ്സും ശരീരവും സഹായിക്കുകയും ചെയ്യും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനെക്കുറിച്ച്, മാനസിക സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, OCD എന്നിവയെക്കുറിച്ച് ഞാനൊരു പുസ്തകം സെൽഫ് ഹെൽപ്പായ CBT സെൽഫ് ഹെൽപ്പ് എന്നുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക്, ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.